ഡോർസിൻ്റെ വിവിധ ടേംസ് കണ്ടു കഴിഞ്ഞു, വിൻഡോസും കണ്ടു കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് നമുക്ക് ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് യൂസ്ഡ് ഇൻ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ്. ഈ ഒരു ഭാഗവും PSC പ്രത്യേകിച്ച് KWA ട്രേസർ എക്സാമിന് പർട്ടിക്കുലർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓവർസിയർ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ടേമാണ് ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് സിലബസിൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു പോർഷൻ നമ്മൾ പഠിക്കണം. ആ ഒരു അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അവർ ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡോറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് കണ്ടു കഴിഞ്ഞു. ഫ്രെയിമും ഷട്ടറുമാണ് ഒരു ഡോറിൻ്റെ അല്ലെങ്കിൽ ഒരു വിൻഡോയുടെ രണ്ട് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഫ്രെയിമാണ് അത് ഔട്ടർ, ആ ഒരു നമ്മൾ കട്ട്ല എന്നൊക്കെ പറയുന്ന അതിനെ ഫ്രെയിം എന്ന് പറയുന്നു. നമ്മൾ തുറക്കുന്ന ആ പോർഷനെ നമ്മൾ ഷട്ടർ എന്നും പറയുന്നു. സോ ഇത് മാത്രമല്ല ഒരു ഡോറിൻ്റെ ഉള്ളിലുള്ളത്. ഡോറ് ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാനും ഡോറ് വർക്ക് ചെയ്യാനും ഡോറിൻ്റെ മറ്റു പല കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഫിക്സ്റ്റേഴ്സും ഫാസ്റ്റനിങ്സും ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വിജാഗിരി എന്നൊക്കെ പറയുന്ന ഡോറ് തിരിക്കുമ്പോൾ അത് തിരിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ആ ഒരു തിരിവിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് വിജാഗിരി എന്ന് പറയുന്നത്. അത് ദാറ്റ് കൈൻഡ് ഓഫ് ഫിക്സ്റ്റേഴ്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ദർ ആർ മെയിൻലി 4 കൈൻഡ് ഓഫ് ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് യൂസ്ഡ് ഇൻ ഡോർസ് ആൻഡ് വിൻഡോസ്. നമുക്ക് മെയിൻലി 4 ടൈപ്പ് ഓഫ് ഫിക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റനിങ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിഞ്ചസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഹിഞ്ചസ്. ഹിഞ്ചസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറിൻ്റെ മൂവ്മെൻറ്റിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോറിൻ്റെ ആക്സിസിൽ അതിന് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫിക്സ്റ്ററാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി ഡോറിൻ്റെ വിജാഗിരി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിനാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ബോൾട്ടാണ്. ബോൾട്ട് എന്ന് പറയുന്നത് ഈ ഫിക്സ്റ്റർ സാധനങ്ങളൊക്കെ നമ്മൾ എയ്തർ ഷട്ടറിലോ അല്ലെങ്കിൽ ഫ്രെയിമിലോ ഉറപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ ഡോറിൻ്റെ ലോക്ക് അതൊക്കെ ഡോറിൻ്റെ ഷട്ടറിൽ ഉറപ്പിച്ച് വെക്കണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബോൾട്ട് ഉപയോഗിക്കുക, അതായത് ബോൾട്ട് ചെയ്ത് ഉപയോഗിക്കുക. ആ ഒരു ഫിക്സ്റ്റർ ഷട്ടറിൽ കണക്ട് ചെയ്ത് വെക്കാൻ ഒരു കണക്ടർ എന്നൊരു രീതിയിലാണ് ബോൾട്ട് പറയുന്നത്. സോ അതാണ് ബോൾട്ട്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലോക്കാണ്. ഡോറ് നമ്മളെപ്പോഴും പൂട്ടണം, ഫോർ സെക്യൂരിറ്റി നമ്മളെപ്പോഴും അത് ലോക്ക് ചെയ്യണം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്സ് ഉണ്ട്, നമ്മളത് ജസ്റ്റ് ഒരു ബ്രോഡായിട്ട് കാണും. നാലാമത്തത് എന്ന് പറയുന്നത് ഹാൻഡിൽസ് ആണ്. ഹാൻഡിൽസ് എന്ന് പറയുന്നത് അറിയാലോ, നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പിടി എന്നൊക്കെ പറയുന്ന സാധനത്തിനാണ് നമ്മൾ ഹാൻഡിൽ എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് നോക്കിയിരിക്കുക എന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. മെയിനായിട്ട് ഇതിൽ വരുന്നത് ഹിഞ്ചാണ്. ഹിഞ്ചസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിഞ്ചസ് ആണ് മെയിൻലി ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സിൽ വരുന്നത്. സോ അതാണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ടത്. ബാക്കി 3 ജസ്റ്റ് ബോർഡായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത് ഒരു കണക്ടറാണ്. ലൈക്ക് ഷട്ടറും ഫ്രെയിമും ഉണ്ട്. നമുക്ക് അത് മാത്രം വെച്ചിട്ട് ഒരു ഷട്ടറും ഫ്രെയിമും തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡോറിൻ്റെ ഒരു പ്രോപ്പർ വർക്കിംഗ് വരില്ല. അതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് കൊടുത്താൽ മാത്രമേ ഒരു നമ്മൾ അതിൻ്റെ ഒരു സർവീസ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ. സോ അതിനെയാണ് ഈ ഹിഞ്ച്, ബോൾട്ട്, ലോക്ക്, ഹാൻഡിലൊക്കെ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫിക്സ്റ്റർ നമുക്ക് കാണാം, ദാറ്റ് ഈസ് ഹിഞ്ചസ്. സോ എന്താണ് ഹിഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞു. ഹിഞ്ചസ് എന്താണ്? ദിസ് ഈസ് എ ഫിക്സ്ചർ വിച്ച് ഹെൽപ്സ് ദ ഡോർ ടു റൊട്ടേറ്റ് ഇൻ ഇറ്റ്സ് ആക്സിസ്. അതായത് നമ്മൾ ഡോർ തുറക്കുമ്പോൾ അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബോൾട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഡോറ് നമുക്ക് തുറക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഹിഞ്ച് എന്ന് പറയുന്ന ഫിക്സ്ചർ നമ്മൾ അതിൽ കൊടുത്തിരിക്കണം. സോ ദിസ് ഈസ് എ ഫിക്സ്ചർ. This is a fixture used for rotation of door on its
ഓൺ ആക്സിസ്. അതായത് ഡോറിന്റെ ആ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടി ആ റൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. സോ പലതരത്തിലുള്ള ഹിഞ്ച് ഉണ്ട്. അതാണ് നമുക്ക് കാണേണ്ടത്. ഓരോ എന്താണ് അതിന്റെ പ്രോപ്പർട്ടി, എന്താണ് അത് മെയിനായിട്ട് എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഹിഞ്ച് എന്ന് പറയുന്നത് ബട്ട് ഹിഞ്ച് ആണ്. ബട്ട് ഹിഞ്ച്, BUTT ഹിഞ്ച്. നമ്മൾ യൂഷ്വലി കോമൺലി നമ്മൾ ഡോറുകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. സാധാരണ ഒരു ഡോറിന്റെ വിജാഗിരി എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. അതിനാണ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഹിഞ്ച്. അതാണ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വിജാഗിരി കാണുമ്പോൾ അതിന് രണ്ട് ഫ്ലാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ഫ്ലാഞ്ചസ് ഉണ്ടാവും. ഫ്ലാഞ്ച് ആണ് കറക്റ്റ് വാക്കെന്ന് പറയുന്നത്. രണ്ട് മടക്കുകൾ ഉണ്ടാവും. ഒരു മടക്ക് എവിടെയായിരിക്കും? ഒരു മടക്ക് ഷട്ടറിലും ഒരു മടക്ക് ഫ്രെയിമിലും കണക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. സോ there will be two flanges for a butt hinge and one will be connected to the shutter of the door and other will be connected to the frame of the door. So there are two flanges. രണ്ട് ഫ്ലാഞ്ച് ഉണ്ടാവും. ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഒരു മടക്കാണ്. സപ്പോസ് ഇതാണ് ഒരു വിജാഗിരി എന്നൊക്കെ വെക്കുകയാണെങ്കിൽ ഇതും ഒരു മടക്ക്, അല്ലെങ്കിൽ ഇതൊരു ഫ്ലാഞ്ച്, ഇത് രണ്ടാമത്തെ ഫ്ലാഞ്ച്. അത് അങ്ങനെയാണ് യൂഷ്വലി, അതിനെയാണ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു മടക്കിനെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഒന്ന് ഫ്രെയിമിലും ഒന്ന് എവിടെയായിരിക്കും? ഷട്ടറിലും ആയിരിക്കും കണക്ട് ചെയ്ത് വെക്കുന്നത്. സോ there will be two flanges for a butt hinge. One will be connected to shutter, other to the frame. ഒന്ന് ഷട്ടറിലേക്കും ഒന്ന് ഫ്രെയിമിലേക്കും കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് അതിൻ്റെ ഒരു റൊട്ടേഷൻ വരുന്നത് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഹിഞ്ചസ് ആണ് കാണുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഹിഞ്ച് എന്താണ്? ബട്ട് ഹിഞ്ച്. അത് ഏറ്റവും കോമൺലി യൂസ്ഡ് ഹിഞ്ചാണ്. അതിന് രണ്ട് ഫ്ലാഞ്ചസ് ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡോറിൻ്റെ ഫ്രെയിമിലും, മറ്റൊന്ന് എന്ന് പറയുന്നത് അതിൻ്റെ ഷട്ടറിലുമായിരിക്കും. സോ രണ്ടാമത്തെ ടൈപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത് ബാക്ക് ഫ്ലാപ്പ് ആണ്. ബാക്ക് ഫ്ലാപ്പ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു തിൻ ഡോർസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് ബാക്ക് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് വൈഡ് ഫ്ലാഞ്ചസ്. ഒത്തിരി വീതി ഏറിയ നിങ്ങൾക്ക് ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും, ഒത്തിരി വീതി ഏറിയ ഒരു ഫ്ലാഞ്ചസ് ആയിരിക്കും. കമ്പയർഡ് ടു ബട്ട് ഹിഞ്ചസ് ഇറ്റ് ഹാസ് വൈഡ് ഫ്ലാഞ്ചസ്. സോ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ തിൻ ഡോർസ്. അതായത് വീതി കുറഞ്ഞ ഡോറിലാണ് മെയിൻലി യൂസ്ഡ് ഇൻ തിൻ ഡോർസ്. തിൻ ഡോർസ്, അതായത് വീതി കൂടിയ ചെറിയ ഡോറുകളിലാണ് മെയിൻലി നമ്മൾ ബാക്ക് ഫ്ലാപ്പ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് വൈഡ് ഫ്ലാഞ്ചസ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബാക്ക് സൈഡ് ഓഫ് ദ ഡോർ. ഈ രണ്ട് പോയിന്റ് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഫിഗർ കണ്ട് കുറച്ചൊന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബാക്ക് സൈഡ് ഓഫ് ദ ഡോർ. അതിൻ്റെ ബാക്കിലാണ് അത് യൂഷ്വലി എപ്പോഴും കണക്ട് ചെയ്യുന്നത് ബാക്ക് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി തിൻ ഡോർസിൽ യൂസ് ചെയ്യുന്നതാണ് ബാക്ക് ഫ്ലാപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് കൗണ്ടർ ഫ്ലാപ്പാണ്. കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ച്, ഇതൊക്കെ ഹിഞ്ചാണ്. ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ചസ് അല്ലെങ്കിൽ കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ചസ് എന്നും പറയും.
സോ കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ചസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 2 സെന്റേഴ്സ്. അതായത് നമ്മൾ നേരത്തെ ബട്ട് ഹിഞ്ചിലും ബാക്ക് ഫ്ലാപ്പിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ 2 ഫ്ലാഞ്ചസ് ഒരു സെൻട്രലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. മറിച്ച് ഇവിടെ കൗണ്ടർ ഫ്ലാപ്പിലാണ് ഇറ്റ് ഹാസ് 2 സെന്റർ, 2 സെന്ററിലായിട്ടായിരിക്കും. ഒന്ന് ഇവിടെ ഒരു സെന്ററിൽ കണക്ട് ചെയ്യുന്നു, വേറൊരു സെന്ററിൽ കണക്ട് ചെയ്യുന്നു. സോ അത് നിങ്ങൾ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. അതിനാണ് നമ്മൾ കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് 2 സെന്റേഴ്സ്, അതിന് 2 സെന്ററുകൾ ഉണ്ടാവും. ഇറ്റ് ഹാസ് 2 സെന്റേഴ്സ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എന്താ പറയുക, അത് 2 ബാക്ക് ടു ബാക്ക് അത് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ ഇറ്റ് ക്യാൻ ബി ഫോൾഡഡ് ബാക്ക് ടു ബാക്ക്. 2 ബാക്ക് ടു ബാക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അതാണ് കൗണ്ടർ ഫ്ലാപ്പ് ഹിഞ്ചസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ 3 ടൈപ്പ് ഹിഞ്ചസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നത് ബട്ട് ഹിഞ്ചസ്, സെക്കൻഡ് എന്ന് പറയുന്നത് ബാക്ക് ഫ്ലാപ്പ്, തേർഡ് എന്ന് പറയുന്നത് കൗണ്ടർ ഫ്ലാപ്പ്. ഇതിന്റെ പ്രത്യേകതകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. 4മത്തത് എന്ന് പറയുന്നത് പാർലമെന്ററി ഹിഞ്ചാണ്. പാർലമെന്ററി ഹിഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു നാരോ ആയിട്ടുള്ള ഓപ്പണിങ്ങിലൊക്കെ ഡോറ് വരികയാണെങ്കിൽ അതിനുവേണ്ടി അവിടെ ഉപയോഗിക്കുന്നതാണ് പാർലമെന്ററി ഹിഞ്ച് എന്ന് പറയുന്നത്. 4മത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പാർലമെന്ററി ഹിഞ്ചസ് യൂസ്ഡ്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് when the opening is narrow. Used when the opening is നാരോ. സോ ഈ ഒരു ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു നാരോ ഓപ്പണിംഗ് ആണെങ്കിൽ ആ ഒരു ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. സോ യൂഷ്വലി ബട്ട് ഹിഞ്ചും ഒരു ബാക്ക് ഫ്ലാപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ഡോർ തുറക്കുമ്പോൾ അതൊരു നാരോ ഓപ്പണിങ്ങിലാണ് യൂഷ്വലി പാർലമെന്ററി ഹിഞ്ച് ഉപയോഗിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു നാരോ ഓപ്പണിങ്ങിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഹിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡോർ തുറക്കുമ്പോൾ ഒരു സ്പേസ് കിട്ടത്തില്ല. സോ അങ്ങനെയാണ് നമ്മൾ പാർലമെന്ററി ഹിഞ്ചസിന്റെ ഒരു ഉപയോഗം വരുന്നത്. സോ അങ്ങനെ ആ ഒരു ഏത് കേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. ഇത് യൂഷ്വലി ചോദിച്ചു വരുന്ന ഒരു പോർഷൻ അല്ല, ഇത് സിലബസിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ ഇങ്ങനെയായിരിക്കും അതിൽ നിന്ന് പ്രോബബ്ലി ക്വസ്റ്റ്യൻസ് വരും. ഓരോ സാഹചര്യം തന്നിട്ട് അതെവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഓപ്പണിംഗ് ഈസ് നാരോ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ്. അതെന്തുകൊണ്ടായിരിക്കും ഒരു നാരോ സ്പേസിൽ പാർലമെന്ററി ഹിഞ്ച് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹിഞ്ചിന്റെ ആ ഒരു വർക്കിംഗ് കാരണം നമുക്ക് ഡോറ് നല്ല തുറന്ന് അല്ലെങ്കിൽ ആ സ്പേസിങ് നമുക്ക് നല്ലൊരു സ്പേസിങ് കിട്ടുകയും ചെയ്യും. സോ ഇറ്റ് പ്രൊവൈഡ്സ് മോർ സ്പേസിങ്. ഇറ്റ് പ്രൊവൈഡ്സ് മോർ സ്പേസിങ്. സോ ഇതാണ് പാർലമെന്ററി ഹിഞ്ചിൽ വരുന്നത്. സോ 5മത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഹിഞ്ചാണ്. സ്പ്രിംഗ് ഹിഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്പ്രിംഗ് ഹിഞ്ച്, സ്വിംഗ് ഡോറുകൾ കണ്ടിട്ടുണ്ടാവും. സ്വിംഗ് ഡോറുകൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്നു, നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്ന തരം ഡോറുകളുണ്ടല്ലോ. സോ അതിനാണ് സ്വിംഗിങ് ഡോർ എന്ന് പറയുന്നത്. സോ അവിടെ യൂസ് ചെയ്യുന്ന ഹിഞ്ചുകളെയാണ് നമ്മൾ സ്പ്രിംഗ് ഹിഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹിഞ്ചുകൾ കണ്ടുവരികയാണ്. സോ ഓരോന്നിനും ഓരോ യൂസേജ് ഉണ്ട്, നമ്മൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ സ്പ്രിംഗ് ഹിഞ്ചിന്റെ യൂസേജ് വരുന്ന എവിടെയാണ്? സ്വിംഗിങ് ഡോറുകളുടെ കേസിലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇൻ സ്വിംഗിങ് ഡോർസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ swinging doors so that door will closes automatically. നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി വരുന്ന ടൈപ്പ് ഓഫ് മെക്കാനിസം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഡോർസ് വിൽ ക്ലോസ് ഓട്ടോമാറ്റിക്കലി. ഡോർസ് വിൽ ക്ലോസ് ഓട്ടോമാറ്റിക്കലി. സോ അതാണ് അതിൻ്റെ സ്പ്രിംഗ് ഹിഞ്ചിന്റെ യൂസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 5 എണ്ണം കണ്ടു കഴിഞ്ഞു. പാർലമെന്ററി ഹിഞ്ചസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വെൻ ഓപ്പണിംഗ് ഇസ് നാരോ. ആൻഡ് സ്പ്രിംഗ് ഹിഞ്ച് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വെൻ ദർ ഇസ് എ സ്വിംഗിങ് ഡോർ, അല്ലെങ്കിൽ ഡോർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യേണ്ട ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് സ്പ്രിംഗ് ഹിഞ്ചസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ 5 എണ്ണം കണ്ടു കഴിഞ്ഞു. 6മത്തത് എന്ന് പറയുന്നത് റൈസിംഗ് ബട്ട് ഹിഞ്ചാണ്. റൈസിംഗ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത്
ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ബട്ട് ഹിഞ്ച്. ആറാമത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് റൈസിംഗ് ബട്ട് ഹിഞ്ച്. റൈസിംഗ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സെൻട്രൽ ആ ഫ്ലാഞ്ച് കണക്ട് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ ഇറ്റ് ഹാസ് എ ഹെലിക്കൽ നിക്കൽ ജോയിന്റ് ബിറ്റ്വീൻ ദ ഫ്ലാഞ്ചസ്. ആ ഫ്ലാഞ്ചസ് കണക്ട് ചെയ്യുന്ന ഒരു ഹെലിക്കൽ നിക്കൽ ജോയിന്റിലാണ്. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു ജോയിന്റ് നിങ്ങൾ ഫിഗറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ജോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കൈൻഡ് ഓഫ് ഹെലിക്കൽ രീതിയിലാണ് ആ ഒരു ജോയിന്റ് ഇരിക്കുന്നത്. അത് രണ്ട് ഫ്ലാഞ്ച് കണക്ട് ചെയ്യുന്ന ആ ജോയിന്റ് എന്ന് പറയുന്ന ഒരു ഹെലിക്കൽ പാറ്റേണിലാണ് ഇരിക്കുന്നത്. യൂഷ്വലി ഉള്ള ബട്ട് ഹിഞ്ചസിൽ ഉണ്ടായിരുന്ന ആ ഒരു ജോയിന്റ് അല്ല ഇവിടെയുള്ളത്. ഇറ്റ് ഈസ് ദ ജോയിന്റ് ഇൻ എ റൈസിംഗ് ബട്ട് ഹിഞ്ച് എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ നിക്കൽ ജോയിന്റ് ആയിരിക്കും. സോ ഇറ്റ് ഹാസ് എ ആദ്യത്തെ പോയിന്റ് എന്ന് അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ഇറ്റ് ഹാസ് എ ഹെലിക്കൽ നിക്കൽ ഹെലിക്കൽ നിക്കൽ ജോയിന്റ് between the ഫ്ലാഞ്ചസിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ആ ഒരു ജോയിന്റിൽ ഒരു ഹെലിക്കൽ നിക്കൽ ജോയിന്റ് ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സോ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഉയർന്നു പോകും. ലൈക്ക് നമ്മളൊന്ന് തുറക്കുമ്പോഴത്തേലും അതിൻ്റെ ആ ഒരു ഹിഞ്ചിൻ്റെ ആക്ഷൻ കാരണം ദ ഡോർ വിൽ റൈസ് അപ്വേർഡ്. കുറച്ചൊരു 2 mm മറ്റോ എങ്ങാണ്ട് വെൻ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ഡോർ ടു റൈസ് വെർട്ടിക്കലി അപ്വേർഡ് വെൻ ഇറ്റ് ഈസ് ഓപ്പൺഡ്. ഇറ്റ് ഹെൽപ്സ് ദ ഡോർ ടു റൈസ് വെർട്ടിക്കലി വെൻ ഇറ്റ് ഈസ് ഓപ്പൺഡ്. അത് തുറക്കുമ്പോൾ ജസ്റ്റ് 2 mm മറ്റോ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യും. അതിനെയാണ് നമ്മുടെ റൈസിംഗ് ബട്ട് ജോയിൻസ് അല്ലെങ്കിൽ ആ ഒരു ജോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതാണ് 6th ടൈപ്പ് റൈസിംഗ് ബട്ട് ജോയിൻസ്. 7ാമത്തത് എന്ന് പറയുന്നത് ഗാർനെറ്റ് ഹിഞ്ചാണ്. എന്താണ് ഗാർനെറ്റ് ഹിഞ്ചസ്? ഇതൊരു ടി ഷേപ്പിലുള്ള ഹിഞ്ചാണ്. ടി ഷേപ്പിലുള്ള ഹിഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ ടി ഷട്ടർ എന്നും പറയും. ടി ഷട്ടർ എന്ന് പറയുമ്പോൾ ഇത് യൂഷ്വലി നിങ്ങൾ ഫിഗറിൽ കാണും. ഇതൊരു നോർമൽ ഇതല്ല, കൈൻഡ് ഓഫ് ഇങ്ങനെ ഇരിക്കും. ഒരു എന്താ പറയുക, ഒരു ലോങ് ആം ഉണ്ടാകും, ഒരു ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടാകും, ഒരു ഷോർട്ടർ പോർഷൻ ഉണ്ടാകും. സോ ലോങ് ആം വിൽ ബി കണക്റ്റഡ് ടു ദ ഷട്ടർ ആൻഡ് ഷോർട്ട് ആം വിൽ ബി കണക്റ്റഡ് ടു ദ ഫ്രെയിം. സോ അതൊന്ന് ഓർത്തിരിക്കുക. സോ അതൊരു ടി ഷേപ്പിലുള്ള ഒരു ഹിഞ്ചാണ് ഗാർനെറ്റ് ഹിഞ്ച് എന്ന് പറയുന്നത്. സോ അതിന്റെ ലോങ് ആം എവിടെയായിരിക്കും? ഷട്ടറിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ആം എവിടെയായിരിക്കും? ഫ്രെയിമിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ലോങ് ആം എന്ന് പറയുന്നത് ഷട്ടറിലും ഷോർട്ട് ആം എവിടെയായിരിക്കും? ഫ്രെയിമിലുമായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ടി ഷേപ്പിലുള്ള ടൈപ്പ് ഓഫ് ഹിഞ്ചിനെയാണ് നമ്മൾ ഗാർനെറ്റ് ഹിഞ്ച് എന്ന് പറയുന്നത്. ലോങ് ആം ഷട്ടറിലും ഒരു ടി ഷേപ്പ്, ഇത് ജസ്റ്റ് ഞാൻ വരച്ചതേ ഉള്ളൂ. ഇതിന്റെ ലോങ് ആം എവിടെയായിരിക്കും? ഷട്ടറിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഷോർട്ട് ആം എന്ന് പറയുന്നത് ഫ്രെയിമിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. സോ ഇത് യൂഷ്വലി ബാറ്റൻ്റെ ഡോർസിലാണ് ഉപയോഗിക്കുന്നത്. ബാറ്റൻ ഡോർസ് എന്ന് പറയുന്നത് നിങ്ങൾ പഴയ കടകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഓരോ ലെയർ ആയിട്ട്, ഓരോ പാനലായിട്ട്, ചെറിയ ഇങ്ങനെ നീണ്ട പാനലായിട്ട് ഇങ്ങനെ നമ്മൾ ഡോറുകൾ കണ്ടിട്ടുണ്ടോ, പഴയ രീതിയിലുള്ള. സോ അവിടെയൊക്കെയാണ് മെയിൻലി നമ്മൾ ഈ ഗാർനെറ്റ് ഹിഞ്ച് ഉപയോഗിക്കുന്നത്. സോ അതാണ് 7ാമത്തെ ടൈപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ബട്ട് ഹിഞ്ച് മുതൽ ബാക്ക് ഫ്ലാപ്പ്, കൗണ്ടർ ഫ്ലാപ്പ്, ഇപ്പം അവസാനം ഗാർനെറ്റ് ഹിഞ്ച് വരെ കണ്ടു. റൈസിംഗ് ബട്ട് ജോയിന്റ്, സ്പ്രിംഗ് ഹിഞ്ച് ഒക്കെ കണ്ടു. ഓരോന്നിൻ്റെയും യൂസ് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും, അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും, അത് പഠിച്ചു വയ്ക്കുക. 8ാമത്തത് എന്ന് പറയുന്നത് സ്ട്രാപ്പ് ഹിഞ്ചാണ്. സ്ട്രാപ്പ് ഹിഞ്ച് ഈസ് നത്തിങ് ബട്ട് അതിനൊരു നീളമേറിയ
ഒരു ലോങ് ഹിഞ്ച് ഒരു ലോങ് ഫ്ലാഞ്ച്, 2 ലോങ് ഫ്ലാഞ്ച് ഉണ്ട് എന്ന് വെച്ചാൽ അതിന് പ്രത്യേകതയൊന്നുമില്ല. നിങ്ങൾ ഫിഗറിൽ കാണാം. ഇറ്റ് ഹാസ് ടു ലോങ് ഫ്ലാഞ്ചസ്. അതാണ് സ്ട്രാപ്പ് ഹിഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നത്തിങ് ബട്ട് ജസ്റ്റ് ഒരു 2 ലോങ് ഫ്ലാഞ്ചസ് ഉണ്ടാവും. അതാണ് സ്ട്രാപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത്. ലാസ്റ്റ് 9ാമത്തെ എന്ന് പറയുന്നത് പിൻ ഹിഞ്ചാണ്. പിൻ ഹിഞ്ച് എന്ന് പറയുമ്പോൾ 2 ഫ്ലാഞ്ച് ഉണ്ടാവും. 2 ഫ്ലാഞ്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ എ പിൻ ആയിരിക്കും. അതിൻ്റെ നടുക്കുള്ള ജോയിന്റ് വരുന്നത് എന്ന് പറയുന്നത് 2 ഫ്ലാഞ്ചസ് ആർ ജോയിൻഡ് ബൈ എ പിൻ ഹിഞ്ച്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 2 ഫ്ലാഞ്ചസ് ആർ ജോയിൻഡ് ബൈ എ പിൻ ജോയിന്റ്. ഒരു പിൻ ഉണ്ടാവും, അതിന് ഫിഗർ ഉണ്ടാവും, മനസ്സിലാവും. അതിന് നടുക്കൊരു പിൻ ഉള്ള അതിൻ്റെ ഒരു ഫ്ലാഞ്ചസ് ആർ ജോയിൻഡ് യൂസിങ് ജോയിൻഡ് ബൈ എ പിൻ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദിസ് പിൻ ഹിഞ്ചസ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ ഹെവി ഡോർസ്. ഭയങ്കര ഭാരമേറിയ വലിയ ഡോറുകളാണ് യൂഷ്വലി നമ്മൾ പിൻ ഹിഞ്ചസ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഇൻ ഹെവി ഡോർസ്. തിൻ ഡോർസിന്റെ ഹിഞ്ച് ഏതായിരുന്നു? ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുക. ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ച് ആയിരുന്നു തിൻ ഡോർസിൽ ഉപയോഗിക്കുന്നത്. സോ പിന്നെ സ്വിങ്ങിങ് ഡോർസിൽ ഉപയോഗിക്കുന്നത് ഏതായിരുന്നു? സ്പ്രിംഗ് ഹിഞ്ചസ്. അങ്ങനെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ടി ഷേപ്പിലുള്ളത് ഏതാണ്, മറ്റേ ഹെലിക്കൽ നിക്കൽ ജോയിന്റ് ഉള്ളത് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻലി നമുക്ക് ഹിഞ്ചിൽ ഓർത്തിരിക്കേണ്ടത്. സോ അതാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. സോ ഇവിടെ വരുന്നത് ഹെവി ഡോറിൽ ഉപയോഗിക്കുന്ന ഹിഞ്ച് ഏതാണ്? പിൻ ഹിഞ്ചസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 10ാമത്തെ ഹിഞ്ച്, ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹിഞ്ച് എന്ന് പറയുന്നത് നാർമാഡി ഹിഞ്ചാണ്. നാർമാഡി ഹിഞ്ചും ഹെവി ഡോർസിലാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. 10ാമത്തെ ടൈപ്പ് ഓഫ് ഹിഞ്ച് നാർമാഡി ഹിഞ്ചസ്. അത് ഒരു പിൻ ഹിഞ്ചുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹിഞ്ചാണ്. നടുക്ക് പിൻ ജോയിന്റ് ഉള്ളത് തന്നെയാണ്. ഹെവി ഡോസിൽ തന്നെയാണ് ഇതും യൂസ് ചെയ്യുന്നത്. ഓൾസോ യൂസ്ഡ് ഇൻ ഹെവി ഡോർസ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരു ഫ്ലാഞ്ചേ ഉള്ളൂ. ഒരു പിൻ ഹിഞ്ചിൽ നിന്ന് അപേക്ഷിച്ചുള്ള വ്യത്യാസം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരേ ഒരു ഫ്ലാഞ്ച് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് ഓൺലി 1 ഫ്ലാഞ്ച്. സോ അതാണ് അതിൻ്റെ പ്രത്യേകത. അതും ഹെവി ഡോർസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു ഫ്ലാഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ പിൻ ഹിഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഹിഞ്ച് 10 ടൈപ്പ് ഓഫ് ഹിഞ്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫിക്സ്ചർ ആൻഡ് ഫാസ്റ്റനിങ്സിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പ് സംഭവമാണ് ഹിഞ്ച് എന്ന് പറയുന്നത്. 10 ടൈപ്പ് കണ്ടു കഴിഞ്ഞു. 10ന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് നോക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഹിഞ്ച് എന്നുള്ള ഇതിൽ. നമുക്കിനി നെക്സ്റ്റ് ബോൾട്ട് എന്താണെന്ന് കാണാം. ബോൾട്ട്സ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റനിങ് ആണ്, അതായത് ഒരു കണക്ടർ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് നമ്മൾ ഹിഞ്ചസ് കണ്ടു, ഇനി നമ്മൾ ലോക്കും ഹാൻഡിലും കാണും. സോ അത് ഈ കാര്യങ്ങളൊക്കെ ഡോറിന്റെ ഷട്ടറിൽ അല്ലെങ്കിൽ ഡോറിന്റെ ഫ്രെയിമിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആ ഒരു കണക്ടറിനെയാണ്, അല്ലെങ്കിൽ അതിന് ഫാസ്റ്റനിങ് എന്നും പറയും. അതിനെയാണ് നമ്മൾ ബോൾട്ട് എന്ന് പറയുന്നത്. ബോൾട്ട് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ 2 മെമ്പേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബോൾട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് മെയിൻലി രണ്ടാമത്തത് എന്ന് പറയുന്നത് ബോൾട്ട് ആണ്. ഇറ്റ് ആക്ട് ആസ് എ കണക്ടർ. കണക്ടർ പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ് ബോൾട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് അത്രേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ഹുക്ക് ആൻഡ് ഐ ബോൾട്ട് ആണ്. ഹുക്ക് ആൻഡ് ഐ ബോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡോറും വിൻഡോയുടെ കേസിലാണ് മെയിനായിട്ട്. നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. വിൻഡോയൊക്കെ നമുക്കൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഹുക്ക് ആൻഡ് ഐ ബോൾട്ട് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മളിങ്ങനെ വിൻഡോ തുറന്ന് ഒരു പർട്ടിക്കുലർ പൊസിഷൻ അതിനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹുക്ക് ആൻഡ് ഐ ബോൾട്ട് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു കീപ് വിൻഡോസ് ആൻഡ് ഡോർസ്
ഇൻ എ പെർട്ടിക്കുലർ പൊസിഷൻ. ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിലാണ് നമുക്കത് യൂസ് ചെയ്യുന്നത്. സോ ഹുക്ക് ആൻഡ് ഐ എന്ന് പറയുന്നത്, ഐ എപ്പോഴും ഷട്ടറിലായിരിക്കും, ഹുക്ക് എപ്പോഴും എവിടെയായിരിക്കും? ഫ്രെയിമിലുമായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. ഐ ഷട്ടറിലും ഹുക്ക് ഫ്രെയിമിലുമായിരിക്കും എപ്പോഴും കണക്ട് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ ഹുക്ക് ആൻഡ് ഐ ബോൾട്ട് എന്ന് പറയുന്നത്. അതൊരു ഒരു കറക്റ്റ് പൊസിഷനിൽ വിൻഡോനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് അവിടെ നിർത്തണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹുക്ക് ആൻഡ് ഐ ബോൾട്ട് ഉപയോഗിക്കുന്നത്. ഹുക്ക് എപ്പോഴും ഫ്രെയിമിലും ഐ ഷട്ടറിലുമായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് പറയുന്നത് ആൾ ഡ്രോപ്പ് ആണ്. ആൾ ഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്, രണ്ടാമത്തെ ടൈപ്പ് ബോൾട്ട് എന്ന് പറയുന്നത് ആൾ ഡ്രോപ്പ് ആണ്. ആൾ ഡ്രോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാഡ് ലോക്കിൻ്റെ, നമ്മളിങ്ങനെ കുറ്റി ഇടുന്നതിനെയാണ് നമ്മൾ പാഡ് ലോക്ക് കുറ്റി, അത് നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു കുറ്റി ഇടുന്ന അതിനെയാണ് പാഡ് ലോക്ക് എന്ന് പറയുന്നത്. സോ പാഡ് ലോക്കിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ബോൾട്ടാണ് നമ്മൾ ആൾ ഡ്രോപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആൾ ഡ്രോപ്പ്, യൂസ്ഡ് ഇൻ ദ padlock at an external door, external face. എക്സ്റ്റേണൽ ഫേസിൽ നമ്മളൊന്ന് ചെറുതായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാഡ് ലോക്ക് ഉപയോഗിക്കുന്നത്. ആ പാഡ് ലോക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആൾ ഡ്രോപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബാർഡ് ബോൾട്ട് ആണ്. ബാർഡ് ബോൾട്ട് എന്ന് പറയുന്നത് ബാർഡ് ബോൾട്ട് ആണ് മൂന്നാമത്തെ ടൈപ്പ് ബോൾട്ട് എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും പുറകിൽ കുറ്റിയിടുന്ന സോക്കറ്റും പ്ലേറ്റും ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ഒരു ഡോർ എടുത്തു കഴിഞ്ഞാൽ ഡോറിന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഡോറ് കുറ്റിയിടുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു സോക്കറ്റ് ആൻഡ് പ്ലേറ്റ് അറേഞ്ച്മെന്റിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ബോൾട്ട് ഉപയോഗിക്കുന്ന ബോൾട്ടാണ് ബാർഡ് ബോൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ ബാക്ക് സൈഡ് ഓഫ് ദ ഡോർ, fixed in the back side of the door. Helps to fix the socket and plate arrangement. Just ഓർത്തിരുന്നോ അത് socket and പ്ലേറ്റ് അറേഞ്ച്മെന്റ്. ഈ സോക്കറ്റ് പ്ലേറ്റ് അറേഞ്ച്മെന്റിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ബാർഡ് ബോൾട്ട് ഉപയോഗിക്കുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് എസ്പാഗ്നലേറ്റ്. കുറച്ച് ടഫ് വേർഡാണ്, എന്നാലൊന്ന് പഠിച്ചു വെക്കുക. എസ്പാഗ്നലേറ്റ് ഒന്നും കൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. എസ്പാഗ്നലേറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഹൈ സെക്യൂരിറ്റി ഡോസിൽ ഉപയോഗിക്കുന്ന ഒരു, ജസ്റ്റ് അത്ര ഓർത്തിരുന്നാൽ മതി, യൂസ്ഡ് ഇൻ ഹൈ സെക്യൂരിറ്റി ഡോർസ്. സെക്യൂരിറ്റി കൂടുതലുള്ള ലോക്കർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സംഭവമാണ് എസ്പാഗ്നലേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ 4 ടൈപ്പ് ബോൾട്ട് കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഹുക്ക് ആൻഡ് ഐ ബോൾട്ട്, സെക്കൻഡ് ആൾ ഡ്രോപ്പ്, മൂന്നാമത്തത് ബാർഡ് ബോൾട്ട്സ്, നാലാമത്തത് എസ്പാഗ്നലേറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഹൈ സെക്യൂരിറ്റി ഡോർസ്. സോ ഇത്രയുമാണ്, ഈ 4 എണ്ണമാണ് ടൈപ്പ് ഓഫ് ബോൾട്ട്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സിൽ വരുന്നത് ലോക്കാണ്. ടൈപ്സ് ഓഫ് ലോക്ക്. നമ്മൾ ഡോറ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണണ്ട. ഈ ലോക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ഹിഞ്ചസിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും വരാൻ ചാൻസ് തന്നെയുള്ളത്. സോ ലോക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലോക്സ്. ഒരു ഡോറോ വിൻഡോയോ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ്, ഇത് പലതരം ലോക്കുകളുണ്ട്. റിം ലോക്ക്, മോർട്ടിസ് ലോക്ക്, ലിവർ ലോക്ക്,
ഇതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ലിവർ ഹാൻഡിൽ ലോക്ക് എന്നാണ്. ലിവർ ഹാൻഡിൽ ലോക്ക് ഇതൊക്കെയാണ് മെയിൻ ടൈപ്സ്. നമ്മൾ തിരിക്കുന്നതും പൂട്ടുന്നതും ഒക്കെയുള്ള ലോക്സിൻ്റെ ടേംസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 4ാമത്തത് എന്ന് പറയുന്നത് ഹാൻഡിലാണ്. ഹാൻഡിൽ നമ്മൾ ഡോർ തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ആ ഒരു ഫിക്സ്ചറിനെയാണ് നമ്മൾ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിക്സ്ചറാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ബോ ടൈപ്പ്, ലിവർ ഹാൻഡിൽ ടൈപ്പ്, ഡോർ ടൈപ്പ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഫിഗർ കണ്ട് മനസ്സിലാക്കുക. അത്രയും ജസ്റ്റ് ഓർത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഹാൻഡിലും ലോക്കും നിങ്ങൾ ഹിഞ്ച് പഠിക്കുക, ബോൾട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ ചോദിക്കുക. ദാറ്റ് ഈസ് വിത്ത് ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ്.